ഡിയേഴ്സ്, ചില പൊസിഷനൊക്കെ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു മാറ്റം നിങ്ങൾ അതിൽ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്ലഷറബിളായിട്ടുള്ള ഒരു സെൻസേഷൻ അനുഭവിക്കാനും ഇത്ര നാൾ അനുഭവിക്കാത്ത ഒരു സുഖം ലഭിക്കുവാനും സഹായിക്കും. ചില സ്ത്രീകളുടെ യോനിയൊക്കെ ചിലപ്പോൾ നോർമൽ ഡെലിവറിയൊക്കെ കഴിഞ്ഞവർക്ക് ഭയങ്കര ലൂസായിരിക്കും. അപ്പോൾ അവർക്ക് ശരിയായി രണ്ടുപേർക്കും ഒരു പ്ലഷർ കിട്ടിയെന്ന് വരത്തില്ല. അതിന് ഒരുപാട് കീഗൽ എക്സസൈസും നിങ്ങൾ സാധാരണയുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സസൈസും നല്ല ഡയറ്റും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ടൈറ്റ് ആവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ലൂസായി എന്നൊരു തോട്ട്സ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈംഗികതയിൽ ചെയ്യേണ്ട കാര്യത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, ചില പൊസിഷനൊക്കെ ചെയ്യുമ്പോൾ യോനി ഒന്ന് ടൈറ്റായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. ചില പൊസിഷൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്, അറിയാമല്ലേ, ലിഫ്റ്റപ്പ് ഓയിൽ. ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള 100% നാച്ചുറലായിട്ടുള്ള, അതുപോലെ എപ്പോഴും ഹാബിറ്റ് ഫോമിംഗ് ഒന്നുമില്ലാത്ത, വളരെ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള നിങ്ങളുടെ ലിംഗത്തിൻ്റെ തടിയും നീളവും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഓയിൽ. നിങ്ങളുടെ ലിംഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചുരുങ്ങി വരുമോ എന്തെങ്കിലും നിങ്ങളുടെ ഹാബിറ്റ് കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സൈസിലേക്കും തടിയിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് മസാജ് ചെയ്യുന്നതിലൂടെ എത്തിക്കും. ഇതിൽ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട്. ശതാവരി, സേഫ് മുസ്ലി, ലങ്, അശ്വഗന്ധ, വെല്ലം, ഇത് അടക്കം ഒരുപാട് ഹെർബ്സ് ഇതിലടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ലിംഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ചൊറിച്ചിലോ വേദനകളോ അല്ലെങ്കിൽ മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിലും, സാധാരണയുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചൊറിച്ചിലും ഒക്കെ ഇതുകൊണ്ട് മാറാൻ വേണ്ടി സഹായിക്കും. നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ എടുത്തതിന് ശേഷം താഴേന്ന് മുകളിലേക്ക് ലിംഗത്തിൽ അപ്ലൈ ചെയ്യാനാണ്. ദിവസത്തിൽ 2 നേരം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് കിടന്ന് ഉറങ്ങുകയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ മസാജ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതുപോലെ കമൻറ്റിലും പിൻ ചെയ്യുക കേട്ടോ. പവർഫുള്ളായ ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിംഗം യോനിയുടെ ഉള്ളിൽ കയറ്റുന്ന സമയത്ത് 2 തൊടി അടുപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരുടെ യോനിയുടെ കവാടം നാരോ ആകാനും കൂടുതലായിട്ടൊരു പ്രഷർ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാൻ 2 പേർക്കും കൂടുതലായിട്ട് അത് എൻജോയ് ചെയ്യാനും പറ്റുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ചെയ്യുന്നതിൽ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്ത്രീ താഴെയായിട്ട് വരുന്ന പൊസിഷനിൽ സ്ത്രീയുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് തലയണ വച്ചതിന് ശേഷം അത് ഉയർത്തി വെക്കുക. ഓക്കെ, അതിനുശേഷം അവരുടെ 2 കാലും തോളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പുരുഷൻ മുകളിലായിട്ട് വരുന്ന പൊസിഷൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ടൊരു സെൻസേഷൻ അനുഭവിക്കാൻ പറ്റുന്നതായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രഷർ വരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഡോഗി ചെയ്യുന്ന സമയത്ത് 2 കൈയും പുറകോട്ടേക്ക് പിടിച്ചിട്ട് ചെയ്യുന്നത് അവർക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. 2 പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് ഡോഗി ചെയ്യുന്ന സമയത്ത് സ്ത്രീയുടെ മുട്ട്, ഒരു കാൽമുട്ട് മറ്റേ കാൽമുട്ടിൻ്റെ മുകളിലേക്ക് കുറച്ച് മുമ്പിലേക്ക് കയറ്റി ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ യോനിൻ്റെ കവാടം നാരോ ആകാനും കൂടുതൽ പ്രഷർ കിട്ടാനും സഹായിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ട് നന്നായിട്ട് കൂടട്ടെ. നിങ്ങളെപ്പോഴും വെറൈറ്റിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പുതുമ കൂടി വരികയെ ചെയ്യുക. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ പോയി അല്ലെങ്കിൽ ഇനി എന്തൊരു ലൈംഗികത എന്നുള്ളൊരു തോട്ട്സ് ഒന്നും വേണ്ട. നിങ്ങൾ അതിൽ വ്യത്യസ്തത കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബോണ്ട് കൂടുകയോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.